ഈ ലോകത്തിൽ എന്തും നമുക്ക് വില കൊടുത്ത് മേടിക്കുവാൻ സാധിക്കും. എന്നാൽ അല്പം സന്തോഷം, സമാധാനം ഇവ നമുക്ക് വില കൊടുത്ത് മേടിക്കുവാൻ സാധിക്കുമോ? സന്തോഷമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ തന്നെ നാം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 53-ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു മിഷൻ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്ത സമയത്ത് കണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ടൗൺ പ്രദേശങ്ങളിൽ നിന്ന് വികാരിയച്ഛൻ്റെ കൂടെ ഉൾ ഏരിയകളിലേക്ക് പോകുവാൻ ഇടയായി. അവിടെ കാണാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് നിബിഡമായ വനങ്ങൾ, അതിനുള്ളിൽ ഒരു വീടുണ്ട്. ആ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു റിട്ടയർഡ് പട്ടാളക്കാരൻ. അദ്ദേഹത്തിൻ്റെ പ്രായമെന്ന് പറയുന്നത് എബവ് 90. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം എനിക്കിപ്പോഴും അത്ഭുതമാണ്. കാരണം 90 കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് സന്തോഷകരമായിട്ട് എങ്ങനെയാണ് ജീവിക്കുവാൻ സാധിക്കുന്നത് എന്ന ചിന്ത. ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ജോലിയിലാണ്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയുമായി ആ പള്ളിയിലെ അച്ഛൻ അവിടെ എത്തും. ആ ശനിയാഴ്ച എന്ന് പറയുന്ന ദിവസം അദ്ദേഹത്തിന് വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമാണ്. കാരണം കുമ്പസാരിക്കാം, വിശുദ്ധ കുർബാന സ്വീകരിക്കാം. ഇനി ഞായറാഴ്ച എന്ന് പറയുന്നതോ മക്കളെല്ലാവരും കൂടെ ഈ വീട്ടിലേക്ക് വരും. കാരണം ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലം, പക്ഷേ ശാന്തമായ ഒരു സ്ഥലം, വൃക്ഷങ്ങളൊക്കെ ധാരാളമുള്ള ഒരു സ്ഥലം. അവിടെ ശാന്തമായി സന്തോഷത്തോടെ ചിലവഴിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഞായറാഴ്ചയിൽ അപ്പനും മക്കളുമൊക്കെ ഒരുമിച്ച് ആയിരിക്കുകയും സന്തോഷം പങ്കിടുകയൊക്കെ ചെയ്യുന്നു. ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ തന്നെ അവർ യാത്രയാകും. പോകുന്നതിന് മുൻപ് അപ്പച്ചന് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും ആക്കി വെച്ചതിന് ശേഷമാണ് അവർ അവരുടെ വീടുകളിലേക്ക്, ജോലി സ്ഥലങ്ങളിലേക്ക് പോകാറുള്ളത്. ഇനി ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശനിയും ഞായറും ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളെക്കുറിച്ചുള്ള ചിന്ത. തിങ്കൾ മുതൽ വെള്ളി വരെ കടന്നു പോകുന്നത് എന്ന് പറയുന്നത് ശനിയും ഞായറും ഇനിയും വരുമല്ലോ എന്നുള്ള പ്രതീക്ഷ. ഇനി ആ ശനിയാഴ്ചയും ഞായറാഴ്ചയും സമ്മാനിച്ച നല്ല സംഭവങ്ങൾ, നല്ല ഓർമ്മകൾ അദ്ദേഹത്തിന് ഈ 5 ദിവസവും സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള പ്രചോദനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ എല്ലാം ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. നല്ല വീടുണ്ട്, വാഹന സൗകര്യമുണ്ട്, കുടുംബ അംഗങ്ങളുണ്ട്. എന്നാൽ നമുക്ക് സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ചിലരൊക്കെ ധ്യാനത്തിന് വരുന്ന സമയത്ത് പറയാറുണ്ട്, അച്ചോ 4ഉം 5ഉം തലമുറയ്ക്ക് കഴിഞ്ഞുകൂടാനുള്ള സമ്പത്തുണ്ട്, പിന്നെ സമൂഹത്തിൽ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം അനുഭവിക്കാനായിട്ട്, സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. വളരെ ചെറുപ്പത്തിലെ തന്നെ രോഗങ്ങളിലേക്ക് വഴുതി വീണവരുണ്ട്. എല്ലാത്തിൻ്റെയും പിന്നിൽ ഓരോ കാരണങ്ങളുണ്ടല്ലോ സ്നേഹമുള്ളവരെ. അങ്ങനെ എല്ലാം ഉണ്ടായിട്ടും സന്തോഷം അനുഭവിക്കാൻ സാധിക്കാതെ ഒരു ശൂന്യതയിലൂടെ കടന്നു പോകുന്ന സ്ഥിതിവിശേഷം നമുക്കറിയാം. സക്കീവൂസിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഴങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ വ്യക്തിക്ക് എല്ലാം ഉണ്ടായിരുന്നു, ജീവിത പങ്കാളി, മക്കൾ, സമ്പത്ത്. എന്നാൽ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിച്ചില്ല. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം. ഈ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചില്ല,
സമാധാനം അനുഭവിക്കുവാൻ സാധിച്ചില്ല. അവസാനം അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, യേശുവിനെ കണ്ടെത്തിയാൽ ഒരു പക്ഷേ സമാധാനം ലഭിക്കും. അപ്പം അതുകൊണ്ടാണ് അവൻ ഈശോയെ കണ്ടെത്തുവാനായിട്ട് പോകുന്നത്. ഈശോയെ കണ്ടെത്തി ഇനി ഉള്ള സമ്പത്തിൻ്റെ എല്ലാം ദാനം ചെയ്യുവാനുള്ളൊരു തീരുമാനം. എന്തുകൊണ്ടാണ്? ഇതെല്ലാം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, സന്തോഷം വേണം, രാത്രിയിലൊന്ന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തത്. സ്നേഹമുള്ളവരെ, ഒരുതരം ശൂന്യതയിലൂടെ, യാന്ത്രികതയിലൂടെ, വിഷാദാത്മകതയിലൂടെ ജീവിതം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ചിന്തിക്കണം, എവിടെയോ എന്തോ എവിടെ വെച്ചോ നഷ്ടപ്പെട്ടു എന്ന്. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് നമുക്ക് പിടിക്കാം. തിരിച്ചു പിടിക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. ചിന്തിക്കണം, എൻ്റെ സന്തോഷം എവിടെ വെച്ചാൽ എനിക്ക് നഷ്ടമായത്? എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞ് ദൈവോന്മുഖമായി ചരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കുക. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ, അങ്ങയിൽ എത്തിച്ചേരുന്ന ഇടം വരെയുള്ള കാലഘട്ടങ്ങളിൽ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും എന്ന്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരാൻ അതിനാണ് നാം ശ്രമിക്കേണ്ടത്. ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ നമുക്കറിയാം. ആ മാർഗങ്ങൾ പിന്തുടരുമ്പോൾ തന്നെ നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ കുറച്ച് സന്തോഷം ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിൻ്റെ, അധ്വാനത്തിൻ്റെ, ആഗ്രഹത്തിൻ്റെയൊക്കെ ഫലമായിട്ട് സാമ്പത്തികമായി ഔന്നത്യമൊക്കെ നേടി അങ്ങനെ നല്ലൊരു കാർ എടുത്തു എന്ന് വിചാരിക്കുക. കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഏതാനും മാസങ്ങൾ കഴിയുമ്പം വീണ്ടും ഒരു നിസ്സംഗതയിലേക്ക്, സന്തോഷം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. പിന്നെയും വേറൊരു കാർ എടുത്തു എന്ന് വിചാരിക്കുക, അവിടെ ഒരു ചെറിയൊരു സന്തോഷം. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു പുതുമോടി ഇല്ലാതായി കഴിയുമ്പോൾ വീണ്ടും സന്തോഷമില്ലാതാകുന്ന അവസ്ഥ. ഇതാണ് സാധാരണ ജീവിതം. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ സന്തോഷം ഇല്ലാതാകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാം. താരതമ്യം ചെയ്യുവാനുള്ള ഒരു പ്രവണത ഈ കാലഘട്ടങ്ങളിൽ വളരെ അധികമാണ്. നമുക്കറിയാലോ, താരതമ്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നാം കാണണം, നാം കേൾക്കണം. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായ വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ടോക്ക് പോലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചിലപ്പോൾ റീൽസായിട്ടും പ്രസംഗങ്ങളായിട്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ നന്ദി പറയുന്നു. എന്നാൽ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇതിലേക്ക് ആക്റ്റീവായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ, നമ്മുടെ ആരോഗ്യം നോക്കാതെ, ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ത്വരയിലേക്ക് നീങ്ങുമ്പോൾ, സ്ക്രീൻ അഡിക്ഷനിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുക. ഇനി ചില വ്യക്തികളൊക്കെ പറയാറുണ്ട്, അച്ചോ, മണിക്കൂറുകൾ ഇതിൻ്റെ മുന്നിൽ ചിലവഴിച്ചു, ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം, ഞാൻ എന്തിനാ ഇത്ര നേരം ഇവിടെ ഇരുന്നേ എന്ന ഒരു ചിന്ത, സമയം നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ഒരു കുറ്റബോധം, പിന്നെ അധികമൊന്നും നേടാനായിട്ട് സാധിച്ചില്ല, ഉത്തരവാദിത്വങ്ങളൊന്നും ചെയ്യുവാൻ സാധിച്ചില്ലല്ലോ എന്ന ചിന്ത. ഇതെല്ലാം ഇതിന് പിറകെ വരുന്ന ചില കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ കാണുന്ന ഫോട്ടോസ്, ഇമേജസ്, റീൽസ്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ള ഒരു വലിയൊരു വിശ്വാസം. അപ്പോൾ നമ്മൾ കാണുന്ന വ്യക്തികളെ പോലെ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യുവാനുള്ള ഒരു പ്രവണത മനുഷ്യനിൽ ഉണ്ട്. അങ്ങനെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പം ഒരുപാട് അധ്വാനവും സമ്പത്തുമൊക്കെ ചെലവഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എന്നാൽ ഇതിന് പിറകെ പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു സന്തോഷം ലഭിക്കുമോ? അതുമില്ല, മനസ്സ് അസ്വസ്ഥമാകുന്ന ചിന്ത. ഇതാണ് സംഭവിക്കുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കറിയാം, എല്ലാം നമുക്ക് വേണം. പക്ഷേ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഓരോന്നും
അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. ഇനി ഈ താരതമ്യം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കൊക്കെ ഇല്ലാത്തതിനെക്കുറിച്ചാണ് ചിന്തകൾ പോവുക. സ്വാഭാവികമാണ്. ഉള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ അത് അധികമില്ല. ഒരു നന്ദി നിറഞ്ഞ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് എനിക്കിതില്ലല്ലോ, എൻ്റെ കുടുംബത്തിന് ഇതില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് മനസ്സ് വിഷമിച്ചു പോകുന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, അച്ചോ ഇവൻ മിടുക്കനാണ്, ഇവൻ പഠിക്കും, എന്നാൽ ഇവൻ്റെ സഹോദരൻ അവനെ ഒന്നിനും കൊള്ളില്ല. ഇത് മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യം. ചിലപ്പം ടീച്ചേഴ്സ് തങ്ങളുടെ കുട്ടികളെക്കുറിച്ച് പറയും, ഇവള് ഓക്കെയാണ്, ഇവൻ അത്രയും ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം. സ്വാഭാവികം മനുഷ്യൻ കമ്പയർ ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇതുണ്ടാക്കുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത് അത് വലുതാണ്. കാരണം ആ കുഞ്ഞിളം മനസ്സിലേക്ക്, അല്ലെങ്കിൽ ഏതു വ്യക്തിയുടെ മനസ്സിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ നെഗറ്റീവ് എനർജി ചിന്തകൾ വളരെ വലുതാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ ദൈവം ഓരോ വ്യക്തികളെയും കഴിവ് കൊടുത്താണ് സൃഷ്ടിച്ചത്. അതാർക്കായാലും അവൻ്റേതായ കഴിവുണ്ട്. ആ കഴിവ് കണ്ടെത്താനായിട്ട് സഹായിക്കുക എന്നുള്ളതാ വലുത്. അവളുടെ കഴിവ് കണ്ടെത്താനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിച്ചു കഴിയുമ്പം അവരായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. അവിടെയാണ് ഒരു വൈവിധ്യം നമുക്ക് അനുഭവപ്പെടുവാനായിട്ട് സാധിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ബന്ധങ്ങളൊക്കെ ഊഷ്മളമായി തീരുകയുള്ളൂ. ഞാനിപ്പോൾ ഓർക്കുകയാണ്, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരുണ്ട്. ടീച്ചേഴ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട്. പക്ഷേ ഇന്ന് അവരെക്കുറിച്ച് ചിന്തിക്കുമ്പം ഏറ്റവും മനോഹരമായ ജീവിതം നയിക്കുന്ന അവരാണ്. കാരണം എന്താ? ജീവിതത്തിൻ്റെ യാത്രയിൽ അവരായിരിക്കുന്ന അവസ്ഥയിൽ കണ്ടെത്താനുള്ള ജീവിത പങ്കാളിയൊക്കെ അവർക്ക് ലഭിച്ചു. അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുവാനും അവരായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഉയരുവാനും സാധിച്ചു. അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന വ്യക്തികൾ ധാരാളമാണ്. അതുകൊണ്ട് ഈ താരതമ്യം ചെയ്യുക എന്നുള്ളത് അത് മനുഷ്യൻ്റെ ഒരു പ്രവണതയാണ്. എന്തെങ്കിലും ഒന്ന് കണ്ടു, ഒരു കമൻറ്റ്, ഒരു ജഡ്ജ്മെൻറ്റ്, അതങ്ങ് മാറ്റിവെക്കാം. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇനി ഈ അവസരത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള താരതമ്യങ്ങളിലൂടെ നിങ്ങൾ ചെറുതാണ്, നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ വേദനകളും വാക്കുകളുടെ മുറിപ്പാടുകളുമൊക്കെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അതുവഴി മനസ്സ് മരവിച്ചു പോയ ജീവിതങ്ങളുണ്ട്. അവർക്ക് ഒരു പുനർജനനം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ ആ മക്കളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം. അതോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു പുതിയതായിട്ടൊരു സ്റ്റാഫ് വരുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, പ്രതീക്ഷകളുണ്ട്. അതനുസരിച്ച് ആ വ്യക്തിക്ക് ആദ്യ നാളുകളിൽ ചിലപ്പോൾ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വന്നു കഴിയുമ്പം ഒന്ന് കമ്പയർ ചെയ്യുക. ഇനി അവൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഇത് ഓഫീസ് മേഖലയില്ല, കുടുംബത്തിലാണെങ്കിലോ വിവാഹം കഴിഞ്ഞ് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് കയറി വരുന്ന സ്ഥിതിവിശേഷം. ആ മകൾക്ക് അവരുടേതായ കുടുംബ പശ്ചാത്തലമുണ്ട്, ജീവിത രീതിയുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തെ തുലനം ചെയ്തുകൊണ്ട് അവരതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഒരു വലിയൊരു ഹൈലി എക്സ്പെക്റ്റേഷൻ അതങ്ങ് ഇല്ലാതാകുമ്പം നമുക്കത് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് നമുക്കൊന്നും പറയുവാനായിട്ട്, ആനന്ദം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ അവസ്ഥാവിശേഷങ്ങളൊക്കെ മാറണമെങ്കിൽ സ്നേഹമുള്ളവരെ, ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയി ജ്ഞാനം നേടുവാനായിട്ട് സാധിക്കണം. നേടിയ ജ്ഞാനം അതനുസരിച്ച് ബിഹേവ് ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുത്തു വരുവാനും മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ മലയാളികളെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മലയാളികൾ എന്ന് പറയാൻ കാരണം ഞാൻ മറ്റു പല സ്ഥലങ്ങളിലും ഔട്ട് ഓഫ് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്,
ഈ ആഘോഷങ്ങൾക്കൊക്കെ അമിതമായ പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് എപ്പോഴും ഉള്ളത്. ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ ഒരു വീട് പണിതു, ആൾക്കാരെ വിളിക്കണം, ഒരു കല്യാണം നടത്തുന്നു, ആൾക്കാരെ വിളിക്കണം, അതൊക്കെ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ ചുറ്റുവട്ടമുള്ള വ്യക്തികൾ എങ്ങനെ ചെയ്തു എന്ന് നോക്കി അതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ വിളിച്ച് അതിനേക്കാളൊക്കെ കൂടുതൽ ആഡംബരമായിട്ട് നടത്തണം, നടത്തിയില്ലെങ്കിൽ സമൂഹത്തിൽ എനിക്കൊരു വിലയില്ല എന്ന ഒരു ചിന്ത വരുമ്പം എന്തൊക്കെയോ ചെയ്തു കൂട്ടുവാനായിട്ട് ശ്രമിക്കുന്നു. എനിക്കറിയാം, ഒരു സഹോദരൻ വീട് പണിതു. അത് ലോൺ എടുത്തും മറ്റുള്ളവരുടെ മുന്നിൽ നിന്നൊക്കെ കൈനീട്ടിയാണ് വീട് പണിതത്. തീർച്ചയായിട്ടും സ്വന്തമായിട്ടൊരു വീട് ഉള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്, അംഗീകരിക്കുന്നു. ഇനി ഇദ്ദേഹം കണ്ടുപിടിച്ച ഒരു കുറുക്കു വഴിയുണ്ട്. അതായത് കൂടെയുള്ളവരെയൊക്കെ ഒന്ന് വിളിക്കണം, സമ്മതിച്ചു. എന്നാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുമെന്ന് കരുതിക്കൊണ്ട് ഒരു പരിധിയിലധികം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ വിളിക്കുകയാണ് ചെയ്തത്. വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ ആകസ്മികമായി ഉണ്ടായ മഴ മൂലം ഉദ്ദേശിച്ചതുപോലെ വ്യക്തികൾക്കൊന്നും എത്താനായിട്ട് പറ്റിയില്ല. ഭക്ഷണം മിച്ചം വന്നു. പിന്നെ വരുമെന്ന് പ്രതീക്ഷിച്ച സുഹൃത്തുക്കൾ വന്നില്ല. കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സമ്മാനങ്ങളോ സാമ്പത്തിക സഹായമോ ഒന്നും ലഭിച്ചില്ല. വീണ്ടും വലിയ അവസ്ഥയിലേക്ക്, കടബാധ്യതയിലേക്ക് നീങ്ങുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷം കെടുത്തിക്കളയും. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ സ്നേഹമുള്ളവരെ നിങ്ങൾക്കറിയാം. പക്ഷേ ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ ഈ അറിയാവുന്ന കാര്യങ്ങൾ പോലും മറന്നതുപോലെ ശ്രമിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെയാ വേദന ഉണ്ടാവുക. അങ്ങനെ വന്നു കഴിയുമ്പം ജീവിതത്തെ ഒന്നും കൂടി ഒന്ന് ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ട്, ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കാം. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഘോഷങ്ങൾക്കൊക്കെ അമിത പ്രാധാന്യം കൊടുത്തു. അങ്ങനെ വന്നു കഴിയുമ്പം അതിലേക്ക് മാത്രം ശ്രദ്ധയും ഒക്കെ കൊടുത്തു കഴിയുമ്പം നമ്മുടെ വീട്ടിലുള്ള വ്യക്തികൾക്ക്, കുടുംബാംഗങ്ങൾക്ക് സമയം കൊടുക്കേണ്ടതാണ്. മാതാപിതാക്കൾക്ക് സമയം കൊടുക്കണം, കുട്ടികൾക്ക് സമയം കൊടുക്കണം, പിന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സമയം വേണം. എന്നാൽ ഇവയെല്ലാം മറന്നുകൊണ്ട് നമുക്ക് ഏതോ എന്തിൻ്റെയോ പുറകെ പോയാൽ സന്തോഷം കിട്ടുമെന്ന രീതിയിൽ പോകുമ്പോൾ അവിടെയും വലിയ വേദനയാണ്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം അസ്വസ്ഥത വരുന്നത് സ്വാഭാവികം മാത്രമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കുമുള്ള ഒരു അമിതമായ ശ്രദ്ധ, ചിന്ത. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവം നമുക്ക് ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ജീവിക്കുന്നവരിലാണെങ്കിലും കുറ്റങ്ങളും ഉണ്ട്, കുറവുകളും ഉണ്ട്. അവരാരും വിശുദ്ധരല്ല. എന്നാൽ അവരിൽ നന്മയുണ്ട്. ആ നന്മ ഒന്ന് കാണാൻ, അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുവാൻ, അത്രമാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരികയും, നമുക്കറിയാലോ പോസിറ്റീവ് ചിന്തകൾ ജീവിക്കുവാനായിട്ട് നമുക്ക് വലിയൊരു ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം ആ രീതിയിലേക്ക് മനസ്സൊന്ന് തിരിയട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എപ്പോഴും ന്യൂസ് കാണാറുണ്ട്. പക്ഷേ ന്യൂസ് കാണുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അത് കാണാനായിട്ട് പറ്റുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ വരുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അധികമൊന്നും കാണാനായിട്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല എനിക്കറിയില്ല. നെഗറ്റീവായിട്ടുള്ള അത് കാര്യങ്ങൾ സംഭവിച്ചതാണ്. പക്ഷേ അതിനെയൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഊതി വീർപ്പിച്ച് ഇങ്ങനെ വന്നു കഴിയുമ്പം നമ്മുടെയൊക്കെ മനസ്സിലെ സന്തോഷം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എല്ലായിടത്തും എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള ഒരു മേഖലയാണ് നമ്മുടെയൊക്കെ മുമ്പിൽ ഓപ്പൺ അപ്പ് ചെയ്യേണ്ടത്. നമുക്കറിയാമല്ലോ, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും ഒക്കെ പെർഫെക്റ്റ് ആണെന്ന ഒരു ചിന്തയുണ്ട്. ഈ ചിന്ത അത് തന്നെ വളരെ വലുതാണ്. കാരണം നമുക്ക് നമ്മിൽ തന്നെ ഒരു ബോധ്യമുണ്ട്. എന്നാൽ അമിതമായി ചിന്തിക്കുകയാണ് ഐ ആം സംതിങ്, അവിടെയൊക്കെയാണ് തെറ്റുപറ്റുക. നമുക്കറിയാലോ, കുരിശിലെ ഈശോ പ്രാർത്ഥിച്ചത്, പിതാവേ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുവാനൊക്കെ ഒരുപക്ഷെ സാധിക്കില്ല, നമ്മൾ ദൈവമല്ല. പക്ഷെ എന്നാലും ആ ഒരു മനസ്സ്
ചിലപ്പോഴൊക്കെ കൂടെയുള്ളവർക്ക് കുറവുണ്ട്, അവരായിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കാൻ അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കാം, പ്രാർത്ഥിക്കാം. പിന്നെയുള്ള ചില കാര്യം എന്ന് പറയുന്നത്, ഹിതകരമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നാം ചെയ്തു കൂട്ടുന്നു. ചിലതൊക്കെ വേണ്ട, ചെയ്യരുത്, സന്തോഷം കെടുത്തിക്കളയും നമുക്കറിയാം. അമിതമായ ലഹരി വസ്തുക്കളിലേക്കുള്ള ചായ്വ്, പിന്നെ സ്ക്രീൻ അഡിക്ഷൻ, നമുക്കറിയാലോ നമ്മുടെ കുറവുകളൊക്കെ. അതൊക്കെ വേണ്ട, സന്തോഷം കെടുത്തിക്കളയുമെന്നറിയാം. എന്നാലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹിതകരമല്ലാത്ത കാര്യം എന്താണെന്നൊന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഈ ശർക്കരക്കൂടത്തിൽ കൈയിട്ട കുരങ്ങൻ, ആ കുരങ്ങൻ്റെ അവസ്ഥ നമുക്കറിയാം. ആ ശർക്കര കഷ്ണം ഉപേക്ഷിച്ചിട്ട് കൈ വലിച്ചെടുത്തു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും. പക്ഷേ ആ മാധുര്യം അതിലേക്ക് അവനെ ആനയിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല. നൈമിഷിക സുഖം, നൈമിഷിക സന്തോഷം അത്രമാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ആകസ്മികമായി ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ മരണം സ്വാഭാവികമായിട്ടും വലിയ ദുഃഖമാണ്. പക്ഷെ നമ്മൾ ഓർക്കുക, 2-3 മാസത്തിൽ കൂടുതൽ ഈ ദുഃഖങ്ങളും നൊമ്പരങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ വേർപാട് വേദനാജനകമാണ്, സമ്മതിച്ചു. എന്നാൽ മാസങ്ങളോളം ഈ ദുഃഖത്തിൽ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു കൗൺസിലിങ്ങിലേക്ക് പോകണം. നമ്മുടെ സന്തോഷം വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കണം. ആ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അത്രമാത്രം. അതോടൊപ്പം തന്നെ നമ്മുടെ ആകുലതകൾ, ഭയങ്ങൾ, ഇതൊക്കെ ഇന്ന് നമ്മൾ സേഫാണ്, നാളെ എന്താണ് അറിയില്ല. അതൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ സന്തോഷം, സമാധാനം വീണ്ടെടുക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കാൻ, ആ അംഗീകാരത്തിലൂടെ തന്നെ സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.